ലോകമെമ്പാടുമുള്ള ഓഹരി വിപണികളിൽ ഇടിവ് തുടരുകയാണ്. നിക്ഷേപകരുടെ നെഞ്ചിടിപ്പ് കൂട്ടി അമേരിക്കൻ വിപണിയായ നാസ്ഡാക്ക് ഇടിഞ്ഞപ്പോൾ ഇന്ത്യയിൽ മാത്രം ഒറ്റയടിക്ക് ഇല്ലാതായത് 2 ലക്ഷം കോടി രൂപയാണ്. ഇന്ത്യൻ ഓഹരി വിപണി മൊത്തത്തിൽ ലാഭത്തിലായിരുന്നപ്പോൾ നിഫ്റ്റി IT ഇൻഡെക്സ് മാത്രം 6% ഇടിവ് രേഖപ്പെടുത്തി. ഇൻഫോസിസ്, TCS, HCL, വിപ്രോ തുടങ്ങിയ വമ്പൻ കമ്പനികളുടെ ഓഹരി വിലകൾ കുത്തനെ താഴ്ന്നു. ഇത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. അമേരിക്കയിലെ നാസ്ഡാക്ക് ഏകദേശം 3% ഇടിഞ്ഞു. ഏകദേശം $300 ബില്യൺ ആസ്തിയാണ് ഒറ്റയടിക്ക് വിപണിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടത്. ഇന്ത്യയിൽ മാത്രം നിക്ഷേപകർക്ക് 2 ലക്ഷം കോടി രൂപയുടെ നഷ്ടമുണ്ടായതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്താണ് ഈ പുതിയ AI ടൂളുകൾ? സാധാരണ ചാറ്റ് ബോട്ടിൽ നിന്ന് വ്യത്യസ്തമായി പ്രൊഡക്ഷൻ ലെവലുകളിൽ കോഡിംഗ് ചെയ്യാൻ ക്ലൗഡ് ടൂളുകൾക്ക് സാധിക്കും. സോഫ്റ്റ്വെയറുകൾ നിർമ്മിക്കുക, അവയിലെ പിഴവുകൾ പരിഹരിക്കുക, ടെസ്റ്റ് ചെയ്യുക എന്നിവ ഇത് തനിയെ ചെയ്യും. കൂടാതെ ഡാറ്റ വിശകലനം, നിയമപരമായ രേഖകൾ തയ്യാറാക്കൽ തുടങ്ങിയ സങ്കീർണമായ ജോലികളും ഇവ വേഗത്തിൽ ചെയ്യുന്നു. ലോകത്തിലെ ബാക്ക് ഓഫീസ് എന്നാണ് ഇന്ത്യൻ IT മേഖല അറിയപ്പെടുന്നത്. താഴ്ന്ന നിരക്കിൽ ധാരാളം ജീവനക്കാരെ ഉപയോഗിച്ച് ചെയ്യുന്ന ജോലികളാണ് ഇവിടെ അധികവും. എന്നാൽ AI ഈ ജോലികൾ ഏറ്റെടുക്കുന്നതോടെ കമ്പനികൾക്ക് ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കേണ്ടി വരുന്നു. കഴിഞ്ഞ വർഷം മാത്രം പ്രമുഖ IT കമ്പനികൾ 1 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങളാണ് വെട്ടിക്കുറച്ചത്. $250 ബില്യൺ ഇന്ത്യയുടെ AI മേഖലകൾ ഇപ്പോൾ വഴിത്തിരിവിലാണ്. പരമ്പരാഗത രീതികളിൽ നിന്ന് മാറി പുതിയ AI സാങ്കേതിക വിദ്യകളിലേക്ക് മാറാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ മേഖല വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്നത് ഉറപ്പാണ്.